നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞു. എയർപോർട്ടിലേക്ക് കുറച്ച് നേരത്തെ എത്തിക്കോളൂ. അവിടെ സെക്യൂരിറ്റി ചെക്കിനും മറ്റുമായി സമയമെടുക്കും. ഇവിടുത്തെ ട്രാഫിക്കിനെ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഫ്ലൈറ്റ് മിസ്സാകാതിരിക്കാൻ വീട്ടിൽ നിന്നും കുറച്ച് നേരത്തെ ഇറങ്ങുന്നതാണ് നല്ലത്. ശരി സർ. എന്നാ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. താങ്ക് യു സർ. എന്താ പാറു? എവിടെ പ്രിൻചേട്ടാ? ഞാൻ ഏജൻസിയില് എന്റെ ഫ്ലൈറ്റ് ടിക്കറ്റും ബാക്കി പേപ്പേഴ്സും ഒക്കെ വാങ്ങാൻ വേണ്ടി വന്നതാ. ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ദയവേത് പോവരുത് പ്രിൻചേട്ടാ. നമ്മൾ ഇതിനെക്കുറിച്ച് കുറെ സംസാരിച്ചതാ. ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ച് തർക്കിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ ഫോൺ വെക്കാം. പ്രിൻചേട്ടാ, പ്രിൻചേട്ടാ കട്ടിയല്ലേ. ഞാൻ വേറൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ വിളിച്ചത്. എന്ത് കാര്യം? കൈലാഷ് സാറ് എന്നോട് ഇന്ന് തന്നെ വീട്ടിൽ നിന്ന് മാറാൻ പറഞ്ഞു. അദ്ദേഹം പുതിയൊരു ഹോസ്റ്റൽ കണ്ടുവച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ മാറണമെന്ന് കൈലാഷ് സാർ പറഞ്ഞോ? കൈലാഷ് സാർ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം? പ്രിൻചേട്ടാ. ആ കേൾക്കുന്നുണ്ട്. കൈലാഷ് സാർ എന്താ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുത്തതെന്ന് എനിക്കറിയില്ല. ഇന്ന് തന്നെ പോണെന്ന് തറപ്പിച്ചു പറഞ്ഞു. എന്നെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്തോണ്ട് വരാൻ പോലും സമ്മതിച്ചില്ല. പ്രിയൻചേട്ടന്റെ വീട്ടിലേക്ക് പോരുതെന്നും പറഞ്ഞു. ഞാനിപ്പോ എന്ത് ചെയ്യും? പാറുവിന്റെ സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്ത് വൈകുന്നേരം കമ്പനിയിൽ എത്തിച്ചോളാം. നിങ്ങൾ രണ്ടുപേരും എന്തുദ്ദേശിച്ചാ ഇങ്ങനെ പെരുമാറുന്നെന്ന് എനിക്കറിയില്ല. ഇത്രയും കാലം വലിയ ചങ്ങാതിമാരെ പോലെ നടന്നിട്ട് പെട്ടെന്ന് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പ്രിയൻചേട്ടനോട് ചില കാര്യങ്ങള് നേരിട്ട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു. കൈലാഷ് സാറ് കാരണം അതെല്ലാം ഫോണിൽ എനിക്ക് പറയേണ്ടി വന്നു. എന്താ കാര്യം? ഇത്രയും കാലമായിട്ട് ഞാൻ പ്രിയൻചേട്ടന്റെ വീട്ടിൽ താമസിക്കല്ലേ. അപ്പോഴൊന്നും തോന്നിയില്ലെങ്കിലും ഇനി പ്രിയൻചേട്ടനെയും ദർശനെയും അമ്മയൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർക്കുമ്പോ മനസ്സിൽ വല്ലാത്തൊരു വിഷമം. നിങ്ങളോടൊക്കെ എന്തോ ഒരു ബന്ധം ഉണ്ടായതുപോലെ തോന്നുന്നു. ആ ബന്ധം എന്താന്ന് പറയാനൊന്നും എനിക്കറിയില്ല. പ്രിയൻചേട്ടൻ നാളെ ബംഗ്ലാദേശിലേക്ക് പോയാ പിന്നെ എനിക്ക് പ്രിയൻചേട്ടനെ കാണാനോ ആ വീട്ടിലേക്ക് വരാനോ കഴിയോ? അവസാനായിട്ട് നിങ്ങളെല്ലാരെയും കണ്ട് യാത്ര ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഇത് കൈലാഷ് സാറിനോട് ഇങ്ങനെ പറയാൻ പറ്റാത്തോണ്ട് ഞാൻ സാധനങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് വരാൻ ശ്രമിച്ചു. പക്ഷെ അതിനും സാറ് സമ്മതിച്ചില്ല. കൈലാഷ് സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും. അദ്ദേഹം എപ്പോഴും പാറുവിന്റെ നല്ലതിനു വേണ്ടി മാത്രമേ ചിന്തിക്കൂ. താൻ അദ്ദേഹം പറയുന്ന പോലെ ചെയ്താൽ മതി. പിന്നെ ഞാൻ ബംഗ്ലാദേശിലേക്ക് പോകുന്ന കാര്യം കൈലാഷ് സാറിനോട് പറയരുത്. അയ്യോ, കൈലാഷ് സാറുമായിട്ട് സംസാരിക്കുന്നതിനിടയില് ഞാനത് പറഞ്ഞുപോയി. ഇതിനെക്കുറിച്ച് സാറിനോട് പറയരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ? എനിക്ക് എങ്ങനെങ്കിലും പ്രിയൻചേട്ടനെ ഇവിടെ പിടിച്ചു നിർത്തണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കൈലാഷ് സാർ അറിഞ്ഞാൽ പ്രിയൻചേട്ടനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തടയുന്നു കരുതി. എന്നിട്ട് കൈലാഷ് സാർ എന്തു പറഞ്ഞു? അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. പ്രിയൻചേട്ടൻ പോവാൻ തീരുമാനിച്ചെങ്കില് പോട്ടേന്ന് അദ്ദേഹം പറഞ്ഞത്. പോട്ടേന്ന് പറഞ്ഞു? ആ, കൈലാഷ് സാർ വല്ലതങ്ങ് മാറി പ്രിയൻചേട്ടാ. പ്രിയൻചേട്ടനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞതിന് എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. എനിക്ക് പ്രിയൻചേട്ടനെ കാണണമെന്നുണ്ട്.
പ്രിയൻചേട്ടൻ എവിടെയെന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഏയ് അതൊന്നും വേണ്ട. കൈലാഷ് സാറിന്റെ വാക്കിനെ നമ്മൾ ബഹുമാനിക്കണം. അത് മാത്രമല്ല, എനിക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതെല്ലാം തീർത്തിട്ട് വൈകുന്നേരം ഞാൻ തന്റെ സാധനങ്ങൾ എത്തിക്കാൻ കമ്പനിയിൽ വരുമ്പോ നമുക്ക് സംസാരിക്കാം. എന്തിനാ പ്രിയൻചേട്ടൻ ഇത്രയ്ക്കും വാശി കാണിക്കുന്നത്? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വാശി കാണിക്കുന്നത് ഞാനല്ല, പാറുവ. കൈലാഷ് സാറിന്റെ കൂടെ ഹോസ്റ്റലിലേക്ക് പോകുന്നതാണ് നല്ലത്. ബാക്കിയെല്ലാം നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാം. പ്രിയൻചേട്ടാ, പ്രിയൻചേട്ടാ. കൈലാഷ് സാർ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇത്ര ധൃതി പിടിച്ചെന്തിനാ പാറുവിനെ ഹോസ്റ്റലിലേക്ക് മാറ്റുന്നത്? ഞാൻ ജോലി രാജിവെച്ചു എന്നറിഞ്ഞപ്പോ ഒരുപാട് വിഷമിച്ച അദ്ദേഹം ഞാൻ നാട് വിടുകയാണെന്നറിഞ്ഞപ്പോ പോട്ടെ എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തോ വിഷമമുണ്ടെന്നല്ലേ അർത്ഥം. എന്താണെങ്കിലും അദ്ദേഹത്തെ കൈയോടെ വിളിച്ച് തെറ്റിദ്ധാരണകൾ മാറ്റുന്നതാണ് നല്ലത്. കൈലാഷ് വിളിക്കുന്നത്? പ്രിയന. കൈലാഷ് ഈ കോൾ എടുത്ത് സംസാരിച്ച പ്രിയൻ എല്ലാ തെറ്റിദ്ധാരണകളും പറഞ്ഞു തീർത്തെന്ന് വരും. അങ്ങനെ നടക്കരുത്. അത് എടുക്കണ്ട കൈലാഷ്. കൈലാഷ് പ്ലീസ്, ഞാൻ പറയുന്നു കേക്ക്. നീ അവന്റെ കോള് കട്ടി. കട്ട് ചെയ്യൂ കൈലാഷ്. പ്രിയൻ നിന്നോട് എത്ര വലിയ വിശ്വാസവഞ്ചനയാ കാണിച്ചത്. എന്നിട്ടും അവൻ ഫോൺ ചെയ്യുമ്പോ നീ എടുക്കാൻ പോവാണോ?